ഹൈ ഫ്രണ്ട്സ്, കൊല്ലത്താണ്. ഇന്നോട് കാണിക്കാൻ പോകുന്ന ഇലക്ട്രയാണ്, BS3 വരുന്ന ഇലക്ട്ര. അപ്പോൾ ഇലക്ട്ര എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്ര എന്ന് പറഞ്ഞ വണ്ടി. അറിയാത്തവർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ഇലക്ട്രൻ്റെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയാണ് കാണാത്തവർക്കായിട്ട്. ഫ്രണ്ടിൽ ഒരു ക്രോം മഡ് ഗാർഡാണ് വരിക. പിന്നെ ഇതിന് കവർ ട്യൂബ് ഒന്നും ഉണ്ടാവില്ല. റിയറിലും റൗണ്ട് ഷേപ്പ് മഡ് ഗാർഡ് ക്രോം ടൈപ്പാണ് വരിക. സെൽഫ് സ്റ്റാർട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് വന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കാർബറേറ്ററൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്ത് വണ്ടി വലിക്കുന്നില്ല, വണ്ടി മിസ്സിങ്, പെർഫോമൻസ് ഇല്ല എന്നിട്ടായിരുന്നു. അതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്ര എന്ന് പറഞ്ഞാൽ 2001 ലാസ്റ്റ് 2002 കൂടി റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഇലക്ട്ര എന്ന് പറഞ്ഞത്. അതുവരെ CB പോയിൻ്റ്, പ്ലാറ്റിനം പോയിൻ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിക്സിലേക്ക്, അതായത് CDI യൂണിറ്റ് വെച്ചിട്ട് ഫസ്റ്റായിട്ട് ഇറങ്ങിയ വണ്ടിയാണ് ഇലക്ട്ര. പിന്നെ ഇലക്ട്ര 5 സ്പീഡ് വന്നു, അത് DCI യൂണിറ്റ് ആയിരുന്നു. ഫസ്റ്റ് CDIയിലാണ് വന്നത്. പിന്നെ ഇലക്ട്ര 5 സ്പീഡ് വന്നു. പിന്നെ UCയിൽ വന്ന സമയത്ത് ഇലക്ട്ര അതേമാതിരി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ലാസിക്കിൻ്റെ എൻജിൻ കയറ്റി വെച്ചുകൊണ്ട് ഇലക്ട്ര ഇറക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ഇലക്ട്ര എന്ന് പറഞ്ഞ UCയിൽ ES ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടി, അത് ES Xൽ വരുന്ന ആ ഒരു വണ്ടിക്ക് ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, ഞാൻ അയച്ച എല്ലാ ഇലക്ട്ര വണ്ടികൾക്കും, എൻജിൻ അയച്ച വണ്ടികൾക്കൊക്കെ തന്നെ ഈ ഇലക്ട്ര അല്ല കേട്ടോ, ES വണ്ടികൾക്ക് ക്രാങ്ക് വെയിറ്റ് ഉണ്ട്. ഇലക്ട്രക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇലക്ട്ര പക്ക 8 കിലോ വരുന്ന ഒരു ക്രാങ്ക് കൊണ്ടാണ് വണ്ടി ഇറക്കിയത് കേട്ടോ. ക്ലാസിക്കിൻ്റെ സെയിം എൻജിനാണ് ഇലക്ട്രയിൽ വരുന്നത്. അപ്പോൾ ഇലക്ട്ര എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കത് ദഹിക്കാത്തൊരു വണ്ടിയാണ്. എന്നാലും എംപ്ലോയീസൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു സ്ഥിരമായിട്ട് ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ് ഇലക്ട്ര. കാരണം ഇതിന് സ്റ്റാൻഡേർഡിൻ്റെ സീറ്റാണ്, ക്ലാസിക്കിൻ്റെ പെർഫോമൻസും ആണെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ക്ലാസിക്കിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ ക്ലാസിക് കുറച്ചുകൂടി ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ച് കൂടിയ വണ്ടിയാണ്. കാരണം ലോ ക്രാങ്ക് വെയിറ്റ് ആണ് ക്ലാസിക്കിന് കൊടുത്തേക്കുന്നത്. അതേമാതിരിയുള്ള ഒരു ക്രാങ്ക് വെയിറ്റ് സെയിം എൻജിൻ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കിൻ്റെ ആ ഒരു പെർഫോമൻസും ഈ വണ്ടിക്ക് കിട്ടും. മാത്രമല്ല ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ റൈഡിങ് കംഫർട്ട് ഈ വണ്ടിക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഡിഫറൻറ്റ്. സ്റ്റാൻഡേർഡിനേക്കാൾ ഒരു പടി മുന്നിലാണെന്ന് പറയും. കാരണം ഗ്യാസ് ഷോക്കാണ് ബാക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോക്ക് സംബന്ധമായിട്ടും വണ്ടി നല്ല പെർഫോമൻസ്, ലോങ് റൈഡിന് പറ്റിയൊരു വണ്ടിയാണ് ഇലക്ട്ര. പിന്നെ ആർക്ക് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റാൻഡേർഡിൻ്റെ റൈഡിങ് കംഫർട്ട് ലോ എൻഡ് ടോർക്കല്ല, ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കുറച്ച് കൂടുതലാണ് സ്റ്റാൻഡേർഡിന് വരുന്നത്. അതുമാതിരി ലോ എൻഡ് ടോർക്ക്, അതായത് ടോപ്പ് ഗിയറിൽ സ്പീഡ് ഗിയർ മാറ്റാതെ ഒരു 40 സ്പീഡ്, 40, 35 നല്ല സെറ്റായ വണ്ടിക്ക് 35 മുതൽ 40 വരെ സ്പീഡിൽ പോകാൻ പറ്റും. ഈ വണ്ടി പോകാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് BS3. BS4 ആണ് ഇലക്ട്ര. 2017-18 വരെയാണ് ഈ വണ്ടി ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. പിന്നെ ഈ വണ്ടി നിർത്തിയിട്ട് കംപ്ലീറ്റ് ES എന്നുള്ള ഒരു കാറ്റഗറി സ്റ്റാൻഡേർഡിൻ്റെ സെയിം ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് മാറ്റം ഉണ്ടായത്. പക്ഷേ സ്റ്റാൻഡേർഡിൽ തന്നെ എൻജിനും വെച്ചുകൊണ്ടാണ് ES ഇലക്ട്രിക് സ്റ്റാർട്ട് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് നിലക്ക് ഈ ഒരു വണ്ടി അതിലേക്ക് മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസാനം വെച്ച് X ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു എൻജിൻ നിർത്താൻ പോകുന്ന ഒരു മോഡൽ നിർത്താൻ പോകുന്നതിനെ തൊട്ട് മുന്നിറങ്ങിയിട്ടുള്ള വണ്ടികളാണ് X ടൈപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു X ടൈപ്പിൽ വന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ക്രാങ്ക് വെയിറ്റ് വെച്ച് സ്റ്റാൻഡേർഡ് ഇറക്കി ആ ഒരു 0.7 kV മോട്ടറും വെച്ച് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സെയിം ക്ലാസിക്കിൻ്റെ മോട്ടറും വെച്ചിട്ട് ആ ഒരു ക്ലാസിക് ഇറക്കിയത്, അല്ല ES ഇറക്കിയത്. അതുകൊണ്ട് ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്ന ആ ഒരു BS6 കാറ്റഗറിയിൽ വരുന്ന ആ ഒരു വണ്ടികൾക്കൊക്കെ തന്നെ സ്റ്റാൻഡേർഡിൻ്റെ സെയിം ക്രാങ്ക് വെയിറ്റ് ആണ്
ആ സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സുഖവും, അതായത് ലോ ആൻഡ് ടോർക്കും ആ ഒരു എക്സോസ്റ്റ് നോട്ടും ഒക്കെ ഒരു വണ്ടിയിലും അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡിൻ്റെ പോരായ്മ ആയിരുന്ന സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അവസാനം വന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എലക്ട്ര എന്നുള്ള വണ്ടി നല്ലതാണെന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ് എലക്ട്ര എന്ന് പറഞ്ഞാൽ. ആ ഒരു ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വൈസ് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ നിന്ന് വിട്ടു വന്നിട്ടുള്ളത്. എന്നാലും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ക്രോം ചെറിയ സ്ലിമ്മായിട്ടുള്ള ഫ്രണ്ടിൽ മഡ്ഗാർഡും ബാക്കിൽ ക്രോം മഡ്ഗാർഡും വെച്ചിട്ടുള്ള ഈ വണ്ടി എന്ന് പറഞ്ഞാൽ റൈഡ് ചെയ്യാൻ നല്ലൊരു വണ്ടിയാണ്. ലോങ് റൈഡിനാണെങ്കിലും ഹൈവേ റൈഡിനാണെങ്കിലും അത്യാവശ്യം ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡിനേക്കാളും. പിന്നെ ഇത് പറഞ്ഞൊരു BS3 വണ്ടിയാണ്. താരതമ്യേന മാർക്കറ്റിൽ ലോ പ്രൈസിൽ കിട്ടുന്നൊരു വണ്ടിയാണ് ഈ എലക്ട്ര എന്ന് പറഞ്ഞ് കുറച്ച് മുന്നേ വരെ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം മാറി പോയി കഴിഞ്ഞാൽ എലക്ട്ര എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള ഒരു ഇതിലൂടെ കാണുന്ന വണ്ടിയായിരുന്നു. ഇപ്പം ഇത് അറിയുന്ന ആളുകൾ ഈ ഒരു വണ്ടി എടുക്കുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. കാരണം ബുള്ളറ്റ് എന്ന നിലക്ക് നല്ല റൈഡ് ക്വാളിറ്റി വരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി വലിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് നോക്കാം കേട്ടോ. അപ്പോൾ E20 പെട്രോൾ വന്നതിന് ശേഷം വണ്ടിക്കൊക്കെ ചെറിയ ഒരു പിക്കപ്പൊക്കെ കുറഞ്ഞുണ്ട്. കാർബറേറ്ററിൽ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല രീതിയിൽ പിക്കപ്പും ആ ഒരു എല്ലാ പെർഫോമൻസ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ E20 ഉണ്ടെന്ന് കരുതിയിട്ട് വണ്ടി BS3 വണ്ടികൾ ആരും എടുക്കാതെ കണ്ട കാര്യമൊന്നുമില്ല. നിലവിൽ അതിനെ വലിയ മാരകമായിട്ട് ബാധിക്കുന്ന കേസൊന്നും ഇതിലില്ല. അപ്പോൾ E20 കൺവേർഷൻ കിറ്റ് എന്ന് പറഞ്ഞ കിറ്റ് ഇറങ്ങിയത് കൊണ്ട് തന്നെ വേണ്ടവർക്ക് അത് ചെയ്യൽ അത് നിർബന്ധമില്ല. അത് ജസ്റ്റ് സൈസ് കുറച്ച് കൂടുതലാണ്, അത് മാത്രമേ അതിനുള്ളൂ. പിന്നെ അതിൻ്റെ ഓറിങ്സ് ഒക്കെ കുറച്ചുകൂടി E20 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ E20 ദ്രവിപ്പിക്കൽ അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്സും ഓറിങ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു 1500-1600 രൂപ മുടക്കിയെടുക്കുക വേണം എന്നുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. അതല്ല ഈ കാർബറേറ്റർ തന്നെ കറക്റ്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. അത് വല്ലാതെ ഒരു വിഷയങ്ങളൊന്നും ഇതുവരെ നിലവിൽ എൻ്റെ ഒരു വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിലില്ല. അപ്പോൾ ചില സമയങ്ങൾ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ലോങ് ടൈം പാർക്ക് ചെയ്തിരുന്ന വണ്ടികൾ അതേമാതിരി മഴയത്തൊക്കെ കൊണ്ടുപോയിട്ട് തീരെ ശ്രദ്ധിക്കാതെ ടാങ്കിലേക്കൊക്കെ വെള്ളം കയറുന്ന രീതിയിലുള്ള ഇതൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാതെ സാധാരണഗതിയിൽ മൈലേജ് സ്വാഭാവികമായിട്ടും കുറച്ച് കുറവുണ്ടാവാം. അത് വേറെ നമുക്ക് നിർവാഹമില്ലല്ലോ. എന്ന് കരുതി E20 വന്നു ഇനി BS3 വണ്ടികളൊന്നും പറ്റില്ല എന്നുള്ളതൊന്നുമില്ല കേട്ടോ. വണ്ടിയൊക്കെ സുന്ദരമായിട്ട് ഓടുന്നുണ്ട്. നിലവിൽ വണ്ടികൾക്കൊന്നും അവർ ഭയക്കുന്ന മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എഞ്ചിൻ അയച്ചാലും എക്സോസ്റ്റ് വാൽവിന് ചെറിയൊരു ഇതിൽ ഇത് കാണാറുണ്ട്. എന്നാലും അതൊക്കെ ഏതൊരു വണ്ടിക്കും ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ ഒരു കറ കാണാറുണ്ട് എക്സോസ്റ്റ് വാൽവിന്. അതല്ലാതെ ഈ ഹൈപ്പ് കാണിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭയപ്പെടുത്തി E20 BS3 വണ്ടിയാണ് പിന്നെ E20 കാർബറേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ പഴയ വണ്ടി എടുക്കുമ്പോൾ E20 പെട്രോളാണ് കിട്ടുന്നത്. അത് E20 യോജിക്കുന്ന വണ്ടിയിൽ നിന്ന് ഇറക്കിയ വണ്ടികളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഫ്യൂൽ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. മഴയത്ത് വെക്കുന്ന സമയത്ത് ടാങ്കിലേക്ക് വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വേറെ നിർവാഹമില്ല. ഞാൻ ഭയപ്പെട്ട് നല്ല പ്രശ്നം ഇല്ല എന്നുള്ളതിൽ ചെറിയ രീതിയിൽ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിലും പേടിക്കേണ്ട രീതിയിലൊന്നുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് ഗിയറിൽ ഒരു വണ്ടി എത്ര സ്പീഡിൽ പോകും, ടോർക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ക്ലാസിക്കിൻ്റെ മാതിരി തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള വണ്ടി, നല്ല കിലോമീറ്ററോളം വണ്ടി ഓടിയ വണ്ടികളായാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിന് വൈബ്രേഷനും കുറച്ച് ശരിയായ രീതിയിൽ സർവീസ് ചെയ്യാത്ത ഒരു വിഷയങ്ങളുണ്ട് എന്നതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല ഓടിക്കാനുള്ള സുഖമുണ്ട്. എക്സോസ്റ്റ് നോട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഏതൊരു വണ്ടിയും പിന്നെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈലൻസർ തന്നെയാണ്. ആ സ്റ്റോക്ക് സൈലൻസർ വെച്ച് ഓടി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് എക്സോസ്റ്റ് നോട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാൻ പോവാണേ. വണ്ടി ഇപ്പം നിലവിൽ 20 സ്പീഡിലാണുള്ളത്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടോർക്ക് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ക്ലാസിക്കിൻ്റെ അത്ര തന്നെ അതിനേക്കാളൊക്കെ ടോർക്ക് എന്തായാലും ഈ ഇതിന് കിട്ടും. കാരണം ഇതിൻ്റെ ടയർ സൈസ് ചെറുതാണ്, സ്റ്റാൻഡേർഡിൻ്റെ ടയറാണ് ബൈക്കിലുള്ളത്. അത് തന്നെ ടോർക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇലക്ട്രിക് എടുത്തിട്ട് നിങ്ങൾക്ക് ടോർക്ക് കുറച്ചും കൂടെ ഒന്ന് ലോ സ്പീഡിൽ പോയാൽ മതി, ഹൈ സ്പീഡിലൊന്നും വല്ലാതെ ഉപയോഗിക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ സ്റ്റാൻഡേർഡിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും കിട്ടാൻ മതി കേട്ടോ. എന്നാൽ കുറച്ചുകൂടി ലോ ആൻഡ് ടോർക്ക് നിങ്ങൾ ആസ്വദിച്ച് പോകാൻ പറ്റും. നിയർ 40 സ്പീഡിലൊക്കെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് സ്പോക്കറ്റാണ് അതിലിട്ട് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ഈ ഒരു വണ്ടി ഇങ്ങനെ പോവില്ല. അപ്പോൾ ഫുൾ ഫ്രീ ഫ്ലോ അല്ലാത്ത എക്സോസ്റ്റ് സൈലൻസർ തിരഞ്ഞെടുക്കുക, ഇൻഡോറി ടൈപ്പ് അല്ലെങ്കിൽ കാസൂൾ ടൈപ്പ് സൈലൻസർ തിരഞ്ഞെടുക്കുക. ഇൻഡോറി ടൈപ്പ് കുറച്ചുകൂടെ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യുന്ന ഒരു സൈലൻസർ. നല്ല ബ്രാൻഡഡ് ഇൻഡോറി ടൈപ്പ് സൈലൻസർ വാങ്ങിച്ചിട്ട് ഗോൾഡ് സ്റ്റാർ അതല്ലെങ്കിൽ HK എന്നുള്ള ബ്രാൻഡുകളൊക്കെ നല്ല ബ്രാൻഡാണ്. ബ്രാൻഡ് നല്ല അത്യാവശ്യം ക്വാളിറ്റി, നല്ല ബ്രാൻഡ് എന്ന് ക്വാളിറ്റി വൈസ് ഒന്നല്ല ഞാൻ പറയും, നല്ല എക്സോസ്റ്റ് നോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു സ്റ്റാൻഡേർഡ് ഓടിക്കുന്ന പോലെ തന്നെ ഒരു ക്ലാസിക് ഓടിക്കാമെന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അപ്പം എടുക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ പ്രൈസ് ലോയിൽ ഇത് കിട്ടുകയും ചെയ്യും, ഒരു ബുള്ളറ്റ് ആവുകയും ചെയ്യും, ഓടിക്കാൻ നല്ല കംഫർട്ടുമാണ് ഈ വണ്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇലക്ട്ര. അത് എന്ത് തന്നെ ആയാലും സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഇലക്ട്രയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസിക്കുള്ളൂ. അപ്പോൾ ഇലക്ട്ര എന്നൊരു വണ്ടി ഇതാണ്. അപ്പം അത്യാവശ്യം ലോ പ്രൈസിൽ നല്ല രീതിയിൽ ബുള്ളറ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വണ്ടി തന്നെ ഇലക്ട്ര. അത് യാതൊരു സംശയമില്ല. ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം ഈ ഒരു വണ്ടിയെക്കുറിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.